ദേവേട്ടോ, ഇതെന്തോന്ന് നട്ടുച്ചയ്ക്ക് നീരാട്ട്? കുളിക്കാൻ അങ്ങനെ നേരവും കാലൊക്കെ ഉണ്ടോ സക്കറിയ? ആരാ പുതിയ പുള്ളി? നമസ്കാരം. ഒരാരാധകന, പേര് ചന്ദ്രഭാനു, തൃശ്ശൂര സ്വദേശം. ആളീ കാണുന്നോളൊന്നും അല്ല ദേവേട്ടാ. 10-32 ബസ്, പാഴ്സൽ സർവീസ്, 3-4 ബാറ്, ജുവലറി, എല്ലാറ്റിനും പുറമെ അന്നാട്ടുകര പൂര കമ്മിറ്റിയുടെ പ്രസിഡന്റുവാ. ഞങ്ങള് പഴയ സുഹൃത്തുക്കളാ. പിന്നെ ഒരു റിക്വസ്റ്റുമായിട്ടാണ് പുള്ളി വന്നിരിക്കുന്നത്. ആണോ? ഒരു തായമ്പക വേണം അരനാട്ടുകര പൂരത്തിന്. അരനാട്ടുകര പൂരത്തിന് പല്ലാവൂർ ദേവനാരായണന്റെ തായമ്പക നടക്കില്ല സക്കറിയ. അറിയാം, കഴിഞ്ഞ തവണ പ്രശ്നം ഉണ്ടായത്. ഈ തവണ അങ്ങനെ ഒന്നും ഉണ്ടാവില്ല. നിറയെ പോലീസുകാരെ നിർത്തിയിട്ടാ കുറെ പൂരം. പോലീസും പട്ടാളവും കാവല് നിന്നിട്ട് പല്ലാവൂർ ദേവനാരായണൻ കൊട്ടുകയെ ഏത് അരനാട്ടുകാരക്കാരനാടോ താൻ? ഇതിന്റെ പ്രസ്റ്റീജിന്റെ പ്രശ്നമാണ്, മേലാന്ന് പറയല്ലേ. ഇനി ഒരിക്കലും കയറി ചെല്ലാന്ന് മനസ്സുകൊണ്ട് തീരുമാനിച്ചൊരു പൂരപ്പറമ്പാ അത്. അത് ദേവേട്ടാ, ഈ ഇങ്ങനെ നിർബന്ധിക്കുമ്പോ എങ്ങനെയാ വേണ്ടാന്ന് പറയാ? ശരി, സമ്മതിച്ചിരിക്കണോ? പൊയ്ക്കോളൂ. അപ്പൊ അഡ്വാൻസ് അതൊക്കെ പിന്നീട് മതിയോ. അപ്പൊ എങ്ങനെയാ ദേവേട്ടാ വൈകിട്ട്? കുറച്ച് ദിവസത്തേക്ക് നിർത്തി പള്ളി പോയി പറഞ്ഞാ മതി, വിടത്തില്ല ഞാൻ. അപ്പൊ വൈകിട്ട് കാണാം. ആയിക്കോട്ടെ. വരട്ടെ. ആള് ശുദ്ധനാട്ടാ. ഇഷ്ടമില്ലാഞ്ഞിട്ടും സക്കറിയ പറഞ്ഞപ്പോ ആ പൂരത്തിന് ഏറ്റവും എന്തിനാ? മറന്നോ നീയെ? ഏറ്റുമാനൂർ അമ്പലത്തിൽ ഉത്സവത്തിന് കൊട്ടാൻ പോയ ആ രാത്രി ഒരു നിസ്സാര കാര്യത്തിന് നമ്മുടെ നേരെ വന്ന ജനങ്ങളെ മുഴുവൻ നേരിട്ടത് ഇവനാ, ഈ സക്കറിയ. അന്ന് ഇവനെ ഉണ്ടായിരുന്നുള്ളൂ നമ്മളെ രക്ഷിക്കാൻ. ആ കടപ്പാട് എനിക്ക് അവനോടുണ്ട്. അവൻ എന്ത് പറഞ്ഞാലും ഞാൻ സമ്മതിക്കും. ഉരുൾപൊട്ടലല്ലായിരുന്നോ ചന്ദ്രഭാനു? ഉരുൾപൊട്ടൽ. തിരുവപ്പുറ രാമപൊതുവാളും തൃത്താല കേശവനും ഒക്കെ മൺമറഞ്ഞതിനു ശേഷം അതിലൊരു മേളം കേട്ടിട്ടില്ല ഞാൻ. ചന്ദ്രഭാനുവിന് അതിന്റെ ക്രെഡിറ്റ് മുഴുവൻ. ഇടഞ്ഞു കിടക്കണ കൊമ്പനെ കൊണ്ട് കയറ്റി ഇടം പിടിപ്പിച്ചില്ലേ? ഇത് പ്രഭാമയി, എന്റെ ഭാര്യ. ഇത്തിരി കലയടാസ്കിതൊക്കെ ഉണ്ട്. ഇവിടുത്തെ ഒരു ആരാധികയെ മുമ്പൊരിക്കൽ കണ്ടിട്ടുണ്ട്. കലാമണ്ഡലത്തിൽ ഒരു ഡെമോൺസ്ട്രേഷൻ വന്നപ്പോ ഞാൻ അവിടെ ഉണ്ടായിരുന്നു, മോഹിനിയാട്ടം സ്റ്റുഡന്റ് ആയിട്ട്. പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല. അതിനു മുമ്പ് ഞാൻ താലി കെട്ടി. ബിസിനസ്സുകാരന്റെ കൂടെ ജീവിക്കാൻ തുടങ്ങിയപ്പോ മോഹിനിയാട്ടവും ഭരതനാട്യവും ഒക്കെ നിന്നു. ഇപ്പൊ സ്വസ്ഥം വീട്ടമ്മ. വീട്ടമ്മയായാൽ ഇതൊന്നും പാടില്ല എന്നൊരു ശാസ്ത്രത്തിലും പറഞ്ഞിട്ടില്ല. എന്നാലും അതൊരു പോരായ്മ തന്നെയാണ് എന്റെ അഭിപ്രായം. വീട്ടമ്മയായിട്ടാണ് കഴിയുക, ആട്ടക്കാരികളായിട്ടാണ് കഴിയുക. അത് നികൃഷ്ട ചിന്താഗതിക്കാരനായ താങ്കളുടെ ശാസ്ത്ര. കുടുംബത്തിൽ പിറന്നവർക്ക് കല ഒരു അലങ്കാരം തന്നെ. അതാ അതിന്റെ ഒരു ശരി. അതാ. അല്ല, എന്നാ പിന്നെ നമുക്കത് മേലോട്ടിരിക്കുക. എല്ലാവരും കൂടെ കാത്തിരിക്കുകയാണേ. ആയിക്കോട്ടെ.